ഗൈസ് ഞാൻ പറ്റിക്കപ്പെട്ടു. അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് അവിടെ ഒന്നും ഇഷ്ടമായിട്ടില്ല. ഹായ്, അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോകുന്നുണ്ട്. ഞാൻ കുറേ ആയി, ഞാൻ ഫസ്റ്റ് വന്നേരം പോയതാണ്, പിന്നെ പോയിട്ടേ ഇല്ല. പിന്നെ ഞാനിങ്ങനെ ലോങ് വീഡിയോ എടുക്കലേ ഇല്ല. അപ്പൊ എങ്ങനെ ആവുമെന്നൊന്നും അറിയില്ല, ഇത് പോസ്റ്റ് ചെയ്യുമെന്നൊന്നും അറിയില്ല. ബട്ട് ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോ എടുത്ത് വെക്കാന്ന്. ഇപ്പൊ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലേശം നേരത്തെയാ പോകുന്നത്. പിന്നെ മഴയും പിടിച്ചിട്ടുണ്ട്, എന്നാവുന്നൊന്നും അറിയില്ല. അപ്പൊ അവിടെ പോയിട്ടുള്ളത് കാണിച്ചു തരാം. പോകുന്ന വഴിക്ക് നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ നേരെ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് ആക്കിയിട്ടുണ്ടായിന്. കാരണം എന്ന് പറഞ്ഞാൽ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് നടന്നു കഴിഞ്ഞാൽ ചർച്ച് സ്ട്രീറ്റിൽ എത്തുന്നതാണ് മാപ്പ് നോക്കിയാലും കണ്ടിട്ടുണ്ടായത്. പിന്നെ ഞാൻ കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഇതുവരെ പോയിട്ടില്ല. അത്യാവശ്യം ഷോപ്പിംഗ് എല്ലാം പറ്റിയ സ്ഥലമാണല്ലോ. പിന്നെ ഷോപ്പ് ചെയ്യാനൊന്നല്ല പോയത്, വെറുതെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. വലിയ തിരക്കുണ്ടാവില്ല വിചാരിച്ചിട്ട് പോകുമ്പം ഇന്ന് റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്യുന്നു. ഇന്ന് കർണാടകയുടെ മുഖ്യമന്ത്രിനെ പ്രഖ്യാപിക്കുന്ന ദിവസമായിട്ടാണ്. അപ്പോൾ റോഡ് മൊത്തം ആൾക്കാരും പോലീസെല്ലാം ആയിരുന്നു. നമ്മളൊരു 3-3:30 ആകുമ്പോൾ ഇറങ്ങിയുണ്ട്. വലിയ ബ്ലോക്ക് കിട്ടാണ്ട് നമ്മൾ ലാസ്റ്റ് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തി. ഒരു 3/4 മണിക്കൂറായിട്ട് എടുത്തിട്ടുണ്ടായിന്. ടോട്ടൽ കവർ ചെയ്യാൻ എത്ര സമയം എടുക്കും? പിന്നെ നമ്മൾ നേരെ ഇറങ്ങിയത് ഭയങ്കര സ്ട്രീറ്റ് സൈഡിലായിരുന്നില്ല, റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം നല്ല ഷോപ്പിലെ സ്ഥലത്തേനും ഇറങ്ങിയത്. പിന്നെ കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയാലാ കാണാനുണ്ട്. വീടിലെ സ്ട്രീറ്റ് മൊത്തം ഡ്രസ്സും ഫെസ്റ്റീവ് കളക്ഷൻ, കുറെ ഫെസ്റ്റീവ് കളക്ഷൻ ഉണ്ട്. പിന്നെ എന്നാന്ന് പറഞ്ഞാല് നമ്മൾ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നൊന്നുമില്ല. നോക്കിട്ട് വരാന്ന് വിചാരിക്കുന്നു. ഇവിടെ കുറെ സാധനമുണ്ട്, ഫുൾ കൺഫ്യൂഷൻ ആവും. നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല. ഡ്രസ്സ് ഇവിടെ ഇല്ലത് 150 ഫിക്സ്ഡ് ത്രിഫ്റ്റ് ആണ്. പിന്നെ അത്യാവശ്യം പൈസ ഉണ്ട്, ഭയങ്കര പൈസ കുറവെന്ന് പറയാനില്ല. ഓൾമോസ്റ്റ് കുറച്ചുണ്ട്. നമ്മൾ അങ്ങനെ ഭയങ്കര എല്ലാ ഷോപ്പിലൊന്നും കയറുന്നില്ല, ഭയങ്കര ഷോപ്പിങ്ങിനായിട്ട് വന്നതല്ലാത്തതുകൊണ്ട് വെറുതെ കയറി നോക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ചെരുപ്പ് മേണിക്കണം എന്നാ വിചാരിക്കുന്നത്. നല്ലത് കിട്ടിയാൽ മേണിക്കും. അവന് ആടത്തേക്ക് പോകണം. വീട് ഏകദേശം എല്ലാം ഡ്രസ്സിന്റെ ഷോപ്പാണ്. പിന്നെ ചെരുപ്പ് നോക്കി കുറേ നടന്നു. ലാസ്റ്റ് ഈ ഒരു ഷോപ്പിലെത്തി. നല്ല കളക്ഷനാണ് ഇവിടെ 300-ന്. പിന്നെ ഞാൻ ഈ വൈറ്റ് എടുത്തിട്ടുണ്ടായിന്. 300-ന് തന്നെയാണ് എടുത്തത്. പിന്നെ ക്വാളിറ്റി ഒന്നും പറയാൻ അറിയില്ല, ഒരു ദിവസം ഇട്ടാൽ പോകുമെന്ന് അറിയില്ല. വേറൊന്നും എടുത്തിട്ടുണ്ടായിന്, അത് 100 ആയിട്ട് ഉണ്ടായിട്ട്. അത് കുറച്ചും കൂടി നല്ല ചീപ്പ് റേറ്റിന് കിട്ടിയിട്ടുണ്ടായിന്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നടക്കും. നമ്മളിപ്പം കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോവേന്ന്. ഇവിടുന്ന് എത്ര മിനിറ്റ് ഉള്ളു? 700 മീറ്റർ. കുറെ നേരം നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 700 മീറ്റർ ആയിരുന്നു, 10 മിനിറ്റ്. ഇനി 700 മീറ്ററും കൂടി ഉണ്ട്. അപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു, കാരണം വെനസ്ഡേ അല്ലേ. വെനസ്ഡേ ആകുമ്പോ അത്ര ആളൊന്നും ഉണ്ടാവില്ല. നോക്കാം. ഒരു 5-5:30 ആകുമ്പോൾ നമ്മൾ ചർച്ച് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ടായിന്. വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല, വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് ഷോപ്പെല്ലാം ഓപ്പൺ ആയി വരുന്നത്രേ. പിന്നെ അങ്ങനെ രാത്രി ആയിട്ടില്ല, വൈകുന്നേരത്തിന്റെ നല്ല വെളിച്ചുള്ള സമയത്താണ് പോയത്. അപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ ശോഭാ സിറ്റി പോയി. അവിടെ കുറേ നേരം ഇരുന്ന് കുറച്ച് ഫോട്ടോയെല്ലാം എടുത്ത് കുറേ സമയം കളഞ്ഞു. കാരണം ഷോപ്പൊന്നും ഓപ്പൺ ആവാണ്ട് വലിയ കാര്യമില്ലല്ലോ അതിലെ കൂടെ ഒക്കെ നടന്നിട്ട്. പോയപ്പോൾ നോക്കിയവരാണ് കണ്ടത്, ഇതിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്നതിന്റെ നേരെ മുമ്പിൽ വർക്ക്ഷോപ്പായിരുന്നു. അയാൾ ചെറിയ സ്പേസിൽ സ്കൂട്ടിയും കാര്യങ്ങളും, നമ്മൾ വെച്ച് പാർക്കിംഗ് സ്പേസ് ആണ്, ബട്ട് അയാളത് വർക്ക്ഷോപ്പാണ്. പിന്നെ നമ്മളവിടെ എണീച്ചു പോയി. അയാളെ പണി നടക്കട്ടെ. പിന്നെ ഫോട്ടോ എടുക്കുന്നതിന് എല്ലാത്തിലും അയാൾ ബാക്കിലുണ്ട്. പിന്നെ നല്ല ദാഹിച്ചുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി നടന്നു. അപ്പൊ നമ്മളിപ്പം ബോബ ടീ കുടിക്കാൻ വന്നിട്ടുണ്ട്. ബോബ ടീ സ്റ്റോപ്പിന് പേര് പിറ്റ് സ്റ്റോപ്പ് അതല്ലേ? വെൽക്കം ടു പിറ്റ് സ്റ്റോപ്പ്. അപ്പം എന്നാ പറഞ്ഞേ പറ. സോ നമ്മൾ മാച്ച ലാറ്റെ ബോബ, പിന്നെ ഒരു കോൾഡ് കോഫി ബോബ, പിന്നെ ഒരു വാനില മിൽക്ക് ഷേക്ക്. ഞാൻ ബോബ ടീ ഒന്നും പറയില്ല, ഞാൻ വാനില മിൽക്ക് ഷേക്ക് വിലയിൽ കുടിക്കുന്നു. എങ്ങനെയുണ്ട് പറ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറെ കണ്ടേ. ഒരു പെണ്ണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതേലു, അപ്പത്തേക്ക് അയാൾ പോയി ബാക്കിൽ പോയി ഫോട്ടോ എടുക്കട്ടെ, അങ്ങനെയുള്ള വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിനെ. പിന്നെ എല്ലാവരും കയറുന്ന പാച്ചൂസ് റോളിൽ കയറിയിട്ടുണ്ടായിന്. നമ്മൾ 3 ജംബോ ക്രിസ്പി റോൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിന്. വെയിറ്റിംഗ് ടൈമും അവിടെ സീറ്റ് കിട്ടാനാണ് ഏറ്റവും പണി. ലാസ്റ്റ് കുറേ നേരം നിന്നിട്ടാണ് സീറ്റ് കിട്ടിയത്. പിന്നെ നമ്മൾ പോകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പും ഓപ്പൺ ആയിരുന്നു. ഈ കുഞ്ഞു പെൻഡന്റ് വരുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു, എനിക്ക് മേടിക്കണം എന്നുണ്ടായിന്. ബട്ട് അത്യാവശ്യം നല്ല ഓവർ പ്രൈസ്ഡ് ആയിരുന്നു.
അങ്ങനെ ഓവർ പ്രൈസ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആവശ്യമുള്ള സ്ഥലമല്ലല്ലോ. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു നല്ല കമ്മലിൻ്റെ ഷോപ്പ് എന്ന് പറയാൻ കഴിയില്ല, നമ്മളെ ഉത്സവത്തിനുണ്ടാവില്ലേ, അത് അടിപൊളിയായിരുന്നു. എന്തായാലും പോയാൽ നോക്കണേ. അങ്ങനെ നടന്ന് പോകുമ്പോൾ അത് യുണീസോൾ കണ്ടത്. മിനീസോന്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ടാണ് ഇവർ വെച്ചിട്ടില്ലേ. ഉള്ളിൽ കയറി അടിപൊളിയാണ്, നല്ല രസമാണ് അവരെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് പിന്നെ പോകുന്ന വഴിക്ക് ഫ്ലവർ മേടിച്ചു. രാത്രിയാകുമ്പം കുറച്ചും കൂടി നല്ല റേറ്റ് കുറഞ്ഞ് അവർ ഫ്ലവർ തന്നിട്ടുണ്ടായി. വാടി പോകുമ്പോൾ പിന്നെ എന്തായാലും തരുമല്ലോ. പിന്നെ അതിൻ്റെ എല്ലാം നടന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും ഉണ്ടായിട്ടു. പിന്നെ കുറച്ചും കൂടി ക്രൗഡഡ് ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകാന്ന് ചെയ്തേ. അപ്പോൾ ഓക്കെ, ബൈ.